പ്രഥമ IPL ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസിന് ഈ സീസണിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു തുടക്കമല്ല ലഭിച്ചിരിക്കുന്നത്. ടൂർണമെന്റ് പകുതിയോടെ അടുക്കവേ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ 8ാം സ്ഥാനത്താണ് സഞ്ജു സാംസണും സംഘവും. 6 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞ റോയൽസിന് 2 എണ്ണം മാത്രമേ വിജയിക്കാനായുള്ളൂ. ശേഷിച്ച 4ലും അവർക്ക് പരാജയം നേരിടേണ്ടി വന്നു. ടോപ്പ് 4ൽ ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടണമെങ്കിൽ റോയൽസിന് ഇനിയുള്ള 8 മത്സരങ്ങളും ഏറെ നിർണായകമാണ്. ഇതിൽ 6 എണ്ണത്തിലെങ്കിലും ജയിക്കാനായാൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പുള്ളൂ. റോയൽസ് നായകനായ സഞ്ജുവിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ സീസൺ കൂടിയാണിത്. ഇത്തവണ ടീം പ്ലേ ഓഫിൽ എത്തിയില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയെയും ബാധിക്കാനിടയുണ്ട്. രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായ സഞ്ജു സാംസണിന് ഇനി ഒരു ചാൻസ് ലഭിക്കാനുള്ള സാധ്യത തീരെ കുറവാണെന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. അദ്ദേഹത്തിന് കീഴിൽ ടീമിന്റെ തുടർച്ചയായ 5ാമത്തെ സീസൺ കൂടിയാണിത്. 6ാമതും റോയൽസിനെ നയിക്കാൻ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കില്ല. 2021 IPLന് തൊട്ടു മുമ്പാണ് ഓസ്ട്രേലിയൻ സൂപ്പർ താരം സ്റ്റീവ് സ്മിത്തിന് പകരം റോയൽസ് ക്യാപ്റ്റനായി അദ്ദേഹം നിയമിക്കപ്പെടുന്നത്. റോയൽസിന്റെ ഈ തീരുമാനം അന്ന് വലിയ സർപ്രൈസ് തന്നെയായിരുന്നു. കൂടുതൽ അനുഭവ സമ്പത്തുള്ള ക്യാപ്റ്റന്മാരെ ഈ റോളിലേക്ക് ലഭിക്കുമെന്നിരിക്കെ സഞ്ജുവിന് നറുക്ക് വീഴുമെന്ന് കടുത്ത ആരാധകർ പോലും പ്രതീക്ഷിച്ചതല്ല. നായകനായ ശേഷമുള്ള ആദ്യ മത്സരം തന്നെ തീപ്പൊരി സെഞ്ചുറിയുമായാണ് മലയാളി താരം ആഘോഷിച്ചത്. പഞ്ചാബ് കിങ്സിനെതിരായിരുന്നു ഇത്. പക്ഷേ ടീമിനെ കളി ജയിപ്പിക്കാൻ സഞ്ജുവിനായില്ല. റോയൽസിനെ സംബന്ധിച്ച് ഇതൊരു മോശം സീസണായിരുന്നു. പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത്. 14 മത്സരങ്ങളിൽ റോയൽസിന് ജയിക്കാനായത് വെറും 5 കളികളാണ്. എന്നാൽ 2022 IPL സഞ്ജുവിനെയും റോയൽസിനെയും സംബന്ധിച്ച് ഗംഭീരമായിരുന്നു. സീസണിന് മുന്നോടിയായുള്ള മെഗാ ലേലം റോയൽസിനെ കൂടുതൽ കരുത്തരാക്കി മാറ്റി. ട്രെന്റ് ബോൾട്ട്, യുസ്വേന്ദ്ര ചഹൽ, അശ്വിൻ ത്രയത്തിന്റെ വരവ് അവരെ കൂടുതൽ അപകടകാരികളാക്കി തീർത്തു. ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജു ഇവരെ ഭംഗിയായി ഉപയോഗിക്കുകയും ചെയ്തതോടെ റോയൽസ് കുതിച്ചു. പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത അവർ പിന്നീട് ഫൈനൽ വരെ എത്തി എല്ലാവരെയും ഞെട്ടിച്ചു. പക്ഷേ 2023 IPLൽ ഈ മാജിക് ആവർത്തിക്കാൻ റോയൽസിനായില്ല. പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത അവർ പ്ലേ ഓഫ് പോലും കാണാതെയാണ് പുറത്തായത്. മികച്ച താരനിര ഉണ്ടായിട്ടും ടീമിനെ ടോപ്പ് 4ൽ പോലും എത്തിക്കാൻ കഴിയാതിരുന്നത് കാരണം സഞ്ജുവിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ശക്തമായ തിരിച്ചുവരവ് നടത്തിയാണ് അദ്ദേഹം വിമർശകരുടെ വായടപ്പിച്ചത്. പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുത്ത റോയൽസ് 2ാം ക്വാളിഫയറിൽ തോറ്റു പുറത്താവുകയായിരുന്നു. ഈ സീസണിൽ പുതിയൊരു ക്യാപ്റ്റനെ റോയൽസ് കൊണ്ടുവരാൻ ഇടയുണ്ടെന്ന് സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും സഞ്ജുവിൽ തന്നെ ടീം മാനേജ്മെന്റ് വീണ്ടും വിശ്വാസം അർപ്പിക്കുകയായിരുന്നു. പക്ഷേ അതിനൊത്തുയരാൻ ക്യാപ്റ്റൻസിയിലോ ബാറ്റിംഗിലോ സഞ്ജുവിന് ഇനിയും ആയിട്ടില്ല. അതിനാൽ അടുത്ത സീസണിലും അദ്ദേഹം നായക സ്ഥാനത്ത് തുടരാൻ സാധ്യത തീരെ കുറവാണ്. ടീം മാനേജ്മെന്റിന്റെ പിന്തുണ കാരണമാണ് ഇത്രയും സീസൺ സഞ്ജുവിന് നായക സ്ഥാനത്ത് തുടരാനായത്. എന്നാൽ അടുത്ത വർഷം വീണ്ടും ഒരു അവസരം നൽകി ഇനിയൊരു പരീക്ഷണത്തിന് റോയൽസ് മുതിരാനുള്ള സാധ്യത തീരെ കുറവാണ്. ക്യാപ്റ്റനായുള്ള കഴിഞ്ഞ 4 സീസൺ എടുത്താൽ 2022 ടീമിനെ റണ്ണറപ്പ് ആക്കിയതൊഴിച്ചാൽ സഞ്ജുവിന് മറ്റ് നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ല. സഞ്ജു സാംസൺ നായക സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടുകയാണെങ്കിൽ പകരം രാജസ്ഥാൻ റോയൽസ് നായകനായി വന്നേക്കുക യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗ് ആയിരിക്കും. ഈ സീസണിലെ ആദ്യത്തെ 3 കളിയിൽ സഞ്ജു നായക സ്ഥാനത്ത് നിന്ന് മാറി നിന്നപ്പോൾ പകരം നറുക്ക് വീണത് പരാഗിനായിരുന്നു. അദ്ദേഹത്തെക്കാൾ സീനിയർ ആയ പലരും ടീമിലുണ്ടായിട്ടും ക്യാപ്റ്റൻസി ലഭിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അത് പരാഗിന്റെ അച്ഛന്റെ സഹോദരൻ കൂടിയായ രഞ്ജിത്ത് ബർത്താക്കൂർ ആണ്. റോയൽസ് ടീമിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയായ അദ്ദേഹത്തിന്റെ ഇടപെടൽ കാരണമാണ് പരാഗിന് ക്യാപ്റ്റൻസി ലഭിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ സീസണിൽ ഒഴികെ മുൻ സീസണുകളിലെല്ലാം ബാറ്റിംഗിൽ വൻ ഫ്ലോപ്പ് ആയിട്ടും പരാഗിന് തുടരെ അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നതിന് പിന്നിലും ബർത്താക്കൂർ തന്നെ. കൂടാതെ റോയൽസിന്റെ ഈ സീസണിലെ ചില ഹോം മത്സരങ്ങൾ സ്വന്തം നാടായ അസമിലെ ഗുവാഹട്ടിയിൽ നടത്തിയതിന് പിന്നിലും അദ്ദേഹമാണ്. ടീമിൽ അത്രയേറെ സ്വാധീനമുള്ളതിനാൽ തന്നെ സഞ്ജുവിനെ മാറ്റിയാൽ സ്ഥിരം ക്യാപ്റ്റനായി പരാഗിനെ കൊണ്ടുവരാൻ ബർത്താക്കൂറിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.